ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 50ാമത്തെ പാർട്ടാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? മോൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോയില്ലായിരുന്നു. ഞാൻ പോകുമ്പോൾ മോൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. വരണയ്ക്ക് എപ്പോഴും നല്ല വയറുവേദന ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. ചെറിയമ്മ ഇവിടെ ഇരിക്കി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ദത്തനൊരു ടവലും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുളിക്കുന്നതിനിടെ റൂമിൽ നല്ല ബഹളം കേട്ടിരുന്നു. അതിൽ നിന്നും ഭദ്രയും ശീലും ക്ലാസ് കഴിഞ്ഞ് വന്നാന്ന് മനസ്സിലായി. ദത്തൻ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചെറിയമ്മ റൂമിലുണ്ടായിരുന്നില്ല. ബെഡിൽ പറഞ്ഞ് ഉറങ്ങുന്നുണ്ട്. അവളുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി ശീലവും ഭദ്രയും കിടക്കുന്നുണ്ട്. മൂന്നും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കണ്ട് ദത്തൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. യൂണിഫോം മാറ്റാതെയാണ് രണ്ടിൻ്റെയും കിടപ്പ്. അവൻ കയ്യിലെ ടവൽ ചെയറിന് മുകളിൽ വിരിച്ച് ഡോർ ചാരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദത്തൻ നേരെ പോയത് താഴേക്കാണ്. അവൻ സ്റ്റെയർ ഇറങ്ങി വരുമ്പോഴാണ് പാർവതി ഓഫീസിൽ നിന്ന് തിരികെ വന്നത്. ദത്തനെ കണ്ടത് അവൾ തല താഴ്ത്തി മുകളിലേക്ക് കയറിപ്പോയി. ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം പാർവതി അവൻ്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് നടന്നിരുന്നത്. വരണേണീറ്റോ ദത്ത? ചെറിയമ്മ കയ്യിൽ കഞ്ഞിയുമായി അവൻ്റെ അരികിലേക്ക് വന്നു. ഇല്ല, നല്ല ഉറക്ക. ചേച്ചി പറഞ്ഞു രാവിലെ കഴിച്ചാൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് കുറച്ച് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചോ? ഞാൻ കൊടുക്കാം ചെറിയമ്മ. ദത്തൻ കഞ്ഞിയും വാങ്ങി റൂമിലേക്ക് നടന്നു. അവൻ ചെല്ലുമ്പോൾ മൂന്ന് നല്ല ഉറക്കത്തിൽ തന്നെയാണ്. ഭദ്രേ, എണീറ്റ്. ശീലു, എണീക്ക്. ദത്തൻ അവരെ തട്ടി വിളിച്ചു. ദത്തൻ്റെ വിളി കേട്ട് രണ്ടും ഒന്നും കൂടെ പറഞ്ഞ് അടുത്തേക്ക് ചേർന്ന് കിടന്നു. ദത്തൻ വീണ്ടും വിളിച്ചുവെങ്കിലും രണ്ടും എണീറ്റില്ല എന്ന് മാത്രമല്ല, അവൻ്റെ വിളി കേട്ട് പറഞ്ഞ കണ്ണു തുറന്നു. ദത്ത. അവൾ എണീക്കാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ല. എങ്ങനെ പറ്റാനാണ്? രണ്ടിൻ്റെയും കയ്യും കാലും വർണ്ണയുടെ മേലാണ്. ഇവരെപ്പോഴാ വന്നേ? വർണ്ണ അതിശയത്തോടെ ചോദിച്ചു. കുറച്ച് നേരമായി. വായ എണീക്ക്, കുറച്ച് കഞ്ഞി കുടിക്കാം. വേണ്ട ദത്ത, എനിക്കൊരു സുഖമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഉച്ചയ്ക്ക് തന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഒന്നും കഴിച്ചില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഭദ്രേ, ശീലു, എണീക്ക്. പറഞ്ഞ രണ്ടാളെയും വിളിച്ചെങ്കിലും നോ മൈൻഡ്. ദത്തൻ കയ്യിലെ പ്ലേറ്റ് ടേബിളിന് മുകളിലേക്ക് വെച്ചു. ശേഷം വർണ്ണയുടെ മേൽ കയറ്റി വെച്ചിരിക്കുന്ന ശീലുവിൻ്റെ ഭദ്രയുടെ കൈകാലുകൾ എടുത്ത് മാറ്റി. വർണ്ണ ഇരു കൈകൾ കൊണ്ട് ഉയർത്തിയെടുത്ത് ചെയറിൽ കൊണ്ടുപോയി ഇരുത്തി. അവൾക്ക് മുന്നിലായി തന്നെ ദത്തന് ഒരു ചെയർ ഇട്ടിരുന്നു. ശേഷം ദത്തൻ അവൾക്ക് കഞ്ഞി കോരി കൊടുക്കാൻ തുടങ്ങി. പ്ലേറ്റിൽ അച്ചാറും പപ്പടവും ഉണ്ടായിരുന്നു. വർണ്ണയ്ക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ദത്തനും കഴിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് അവൻ തന്നെ അവളെ ബാത്റൂമിൽ കൊണ്ടുപോയി മുഖം വായും കഴിപ്പിച്ചു. നീ ഇങ്ങനെ എടുത്ത് നടക്കാൻ മാത്രമേ എനിക്ക് ഒന്നുമില്ല ദത്ത. എന്നെ താഴെ ഇറക്കിക്കോ, ഞാൻ നടന്നോളാം. പക്ഷെ ദത്തൻ അതൊന്നും കേൾക്കാതെ അവളെയും കൊണ്ട് ചെയറിനടുത്തേക്ക് നടന്നു. അവൻ നേരെ ചെയറിലേക്ക് ഇരുന്നു. ദത്തൻ്റെ നെഞ്ചിലേക്ക് തല ചാരി വെച്ച് വർണ്ണ കിടന്നു. ദത്തൻ പതിയെ അവളുടെ നെറുകിൽ തലോടിക്കൊണ്ടിരുന്നു. ഞാനിപ്പോൾ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് കാരണം ഒരിക്കലും നിന്നോടുള്ള പ്രണയമല്ല. നിനക്ക് നല്ലൊരു ഫ്രണ്ടിൻ്റെ കെയർ അത്രമാത്രം കണ്ടാൽ മതി. അങ്ങനെ മാത്രം. ആളെ നേരം വിളിക്കുമ്പോൾ ഞാൻ ആ പഴയ ദത്തനായിരിക്കും. പണ്ട് ദത്തൻ പറഞ്ഞ കാര്യം ആലോചിച്ച് വർണ്ണയ്ക്ക് ചിരി വന്നു. എന്താടി വെറുതെ ഇരുന്ന് വിളിക്കണേ? ദത്തൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ പഴയ ദത്തനെ ഒന്ന് ആലോചിച്ചതാ. എന്നെ കാണുമ്പോൾ തന്നെ കടിച്ചു കീറാൻ വരുന്ന ആ ദത്തനെ, അടിയും പിടിയാക്കിയിട്ട് നടന്നിരുന്ന തെമ്മാടി ദത്തനെ, കള്ളു കുടിച്ച് ബോധമില്ലാതെ എന്നോട് ദേഷ്യപ്പെടുന്ന ദത്തനെ. നീ ഒരുപാട് മാറിപ്പോയി ദത്ത. വർണ്ണ പറയുന്നത് കേട്ട് ദത്തൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. ഞാൻ പറയാതെ തന്നെ എനിക്ക് വയറുവേദനിക്കുന്ന കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായി ദത്ത? വർണ്ണ തലചരിച്ച് അവനെ നോക്കി ചോദിച്ചു. അതൊക്കെ മനസ്സിലായി. അതെങ്ങനെയാന്ന് പറ, അവൾ വീണ്ടും ചോദിച്ചു. ഇപ്പം ദത്തൻ്റെ ജീവനും ജീവിതമൊക്കെ എൻ്റെ കുഞ്ഞിപ്പെണ്ണല്ലേ. അപ്പം നിന്നെ അല്ലാതെ നിൻ്റെ ദത്തൻ ആരെയും മനസ്സിലാക്കുക? ദത്തൻ അവളെ ഇറക്കി പുണർത്തുകൊണ്ട് ചോദിച്ചു. എന്തുകൊണ്ടോ വർണ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ദത്തന് നേരെ തിരിഞ്ഞിരുന്ന അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു. കരയല്ലേ കുഞ്ഞെ, ഇത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റണില്ലടി. സന്തോഷം കൊണ്ട് ദത്ത, ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണ് എനിക്ക് നിന്നെ കിട്ടിയേ. ഈ സ്നേഹം ഒരിക്കലും കുറയല്ലേ ദത്ത. നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്താൽ നീ വേണമെങ്കിൽ എനിക്ക് 2 അടി വെച്ച് തന്നോ. പക്ഷെ എന്നോട് പിണങ്ങി മിണ്ടാതിരിക്കല്ലേട്ടാ.
നീ എന്തൊക്കെയായി പറയണേ? എൻ്റെ കുട്ടിയോട് ഞാൻ എങ്ങനെ പിണങ്ങിയിരിക്കുക? എന്നെ കൊണ്ട് അതിന് പറ്റുമോ? മതി കരഞ്ഞത്. ഇനി കുറച്ച് നേരം എൻ്റെ കുട്ടി ഉറങ്ങിക്കോ. ഇവരിവിടെ കിടക്കല്ലേ, നിന്നെ ഞാൻ ആ ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയി കിടത്താം. അത് കേട്ടതും വർണ്ണ ഒന്ന് ബെഡിലേക്ക് നോക്കി. പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭദ്രയും ശീലം കണ്ട് വർണ്ണയ്ക്കുള്ളിലെ കുശുമ്പി ഉണർന്നു. ആ, എന്തിനൊരു പിച്ചണേ? ദത്തൻ വർണ്ണയുടെ നഖങ്ങൾ ആഴ്ന്നിറങ്ങിയ കൈ തട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ മര്യാദയ്ക്ക് ഇവരുടെ ഇടയിൽ കടന്നുറങ്ങിയതല്ല, എന്തിനാ എന്നെ എണീപ്പിച്ച? അതുകൊണ്ടല്ലേ ഇപ്പം എൻ്റെ സ്ഥലം പോയേ. അത് ഓണൊക്കെ കഞ്ഞു കുടിക്കാൻ വല്ല ബിരിയാണി ആയിരുന്നെങ്കിൽ സമ്മതിക്കായിരുന്നു. മര്യാദയ്ക്ക് എന്നെ എൻ്റെ അടുത്ത സ്ഥലത്ത് തന്നെ കടത്തിക്കോ. വർണ്ണ ദത്തനെ കണ്ണൂറ്റി പഠിപ്പിച്ചോണ്ട് പറഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ, അവര് വിളിച്ചിട്ട് എണീക്കുന്നില്ല, അവൻ ദയനീയമായി പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് അവരുടെ ഇടയിൽ കിടക്കണം, വർണ്ണ വാശിയിൽ പറഞ്ഞു. അവളുടെ ഭാവം കണ്ട് ദത്തൻ തൻ്റെ മടിയിൽ നിന്ന് താഴെ ഇറക്കി. ശേഷം ബെഡിൻ്റെ അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ചുറങ്ങുന്ന രണ്ടിനെയും തട്ടി വിളിച്ചു. ആര് കേൾക്കാൻ, രണ്ടും കൂടെ ഒന്നുകൂടെ ചുരുണ്ടി കൂടി. ദത്തൻ വർണ്ണയെ തല ഉയർത്തി നോക്കി. കൈകൾ കെട്ടി കട്ട കലിപ്പിനാണ് അവളുടെ നിൽപ്പ്. അല്ല, എൻ്റെ കുട്ടി എന്തിനാ ഇവരെ കെട്ടിപ്പിടിച്ച് കിടക്കണേ? എൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ദത്തനില്ലേ? വാ, നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് പോവാം, ഞാൻ പുറത്ത് തട്ടിത്തന്ന് കെട്ടിപ്പിടിച്ചോർക്കാം. ദത്തനെ അവളെ അനുനയിപ്പിക്കാനായി പറഞ്ഞതും വർണ്ണ ആകെ കൺഫ്യൂഷനിലായി. എൻ്റെ കുട്ടിക്ക് ഇവരെ കെട്ടിയപ്പോൾ എന്നെ വേണ്ട അല്ലേ? അവൻ അവളെ നോക്കി നിഷ്കുവായി ചോദിച്ചു. വേണ്ട ദത്ത, നിന്റെ സോപ്പ് എൻ്റെ അടുത്ത് പതയില്ല കേട്ടോ, എനിക്കറിയാം നീ എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കാന്ന്. ഞാൻ എൻ്റെ ദേവകുട്ടിയോട് അങ്ങനെ ചെയ്യും. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്ക് 20 വയസ്സായി. ഇതൊക്കെ എനിക്ക് മനസ്സിലാവാനുള്ള കഴിവുണ്ട് കേട്ടോടാ കള്ള ദേവദത്ത. അത് പറഞ്ഞ ദത്തൻ്റെ വയറിനിട്ട് ഒരു കുത്തും കൊടുത്ത് അവൾ ബെഡിന് മുകളിൽ കയറി നിന്നു. ശേഷം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭദ്രയുടെയും ശീലുവിൻ്റെയും കൈകൾ എടുത്ത് മാറ്റി അവരെ ഇടയിലേക്ക് വർണ്ണ നുഴഞ്ഞു കയറി. ഇതെല്ലാം കണ്ട് ദത്തൻ അന്തം വിട്ട് നിൽക്കാണ്. കുറച്ചു മുമ്പ് വയറുവേദന കൊണ്ട് കരഞ്ഞ വർണ്ണയും ഇപ്പോഴുള്ള വർണ്ണയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ദത്ത, ഒന്നിങ്ങ് വന്നേ. വർണ്ണ കൈ നീട്ടി ദത്തനെ വിളിച്ചു. അവനൊരു സംശയത്തോടെ അവളുടെ അരികിലേക്ക് വന്നു. വർണ്ണ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചു വലിച്ച് അവൻ്റെ മുഖം തനിക്ക് നേരെ നിർത്തി. ശേഷം അവൻ്റെ മുഖം കയ്യിലെടുത്തു. എനിക്ക് നിൻ്റെ കൂടെ നിൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടക്കാൻ എപ്പോഴും ഇഷ്ടം, പക്ഷെ ഇവർ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നാം, അതാ ദത്ത, സോറി ഇട്ടാ. അത് പറയുന്ന കേട്ട് ദത്തന് ചിരി വന്നു. എൻ്റെ കുട്ടീനെ എനിക്ക് അറിഞ്ഞൂടെ, നീ കിടന്നോ? ദത്തൻ വർണ്ണയെ ബെഡിലേക്ക് കിടത്താൻ നിന്നു. വർണ്ണ അതിന് സമ്മതിക്കാതെ എണീറ്റിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ഭദ്രയും ശീലുവിനെ ഒന്ന് നോക്കിയ ശേഷം അവൻ ദത്തൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു. ഐ ലവ് യു ദത്ത, അവൻ്റെ കാതിൽ പറഞ്ഞ് വർണ്ണ ബെഡിലേക്ക് കിടന്നു. അത് കണ്ട് ദത്തൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. വൈകുന്നേരം വിളക്ക് വയ്ക്കാൻ നേരം പാർവതി ഭദ്രയും ശീലുവിനെ അന്വേഷിച്ച് അവരുടെ റൂമിലേക്ക് വന്നു. റൂമിലും അടുക്കളയിലും അവരെ കാണാത്തതുകൊണ്ട് പാർവതി നേരെ വർണ്ണയുടെ റൂമിലേക്ക് വന്നു. പാതി ചാരിയിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവൾ കാണുന്ന ബെഡിൽ കെട്ടിപ്പിടിച്ചിറങ്ങുന്ന 3 പേരെയാണ്. അതുകൊണ്ട് അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. മുഖമെല്ലാം ചുമന്നു. അവൾ അതേ ദേഷ്യത്തിൽ വെട്ടിത്തിരിഞ്ഞു നടന്നു. ചെറിയമ്മ വന്ന് വിളിച്ചപ്പോഴാണ് വർണ്ണയും ശീലവും ഭദ്രയും ഉറക്കമുണർന്നത്. വന്ന പട യൂണിഫോം മാറാതെ കിടന്നുറങ്ങുന്നത് കണ്ട് ചെറിയമ്മ അവരെ റൂമിലേക്ക് ഓടിച്ചു വിട്ടു. അവർ പോയതും വർണ്ണ റൂമിൽ പോയി കുളിച്ചു ഫ്രഷായി താഴേക്ക് പോയി. ചെറിയമ്മ 3 പേർക്കും ചായ എല്ലാം കുടിച്ച ശേഷം ഇരുന്ന് TV കാണുകയാണ്. സാധാരണ കലപില കൂട്ടി സംസാരിക്കാൻ വർണ്ണ അന്ന് മുഴുവൻ സൈലൻ്റ് ആയിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് വർണ്ണ റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഹാളിൽ സോഫയിൽ ഇരിക്കുന്ന അമ്മയും അവരുടെ മടിയിൽ തല വെച്ച് കിടക്കുന്ന പാർവതിയെ അവൾ കണ്ടത്. അമ്മയും പാർവതി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അമ്മ അവളുടെ നെറുകയിൽ തലോടുന്നുമുണ്ട്. അത് നോക്കി വർണ്ണ മുകളിലേക്ക് നടന്നതും പിന്നിൽ നിന്നും പാർവതിയുടെ വിളി വന്നു. വർണ്ണ, പെയിൻ കുറവുണ്ടാ? ഉണ്ട്. ആ, ഓക്കെ. അത് പറഞ്ഞ അവൾ വീണ്ടും അമ്മയുടെ തലയിലേക്ക് തല വെച്ച് കിടന്നു. വർണ്ണ നേരെ റൂമിലേക്ക് നടന്നു. ദത്തൻ ബെഡ് വെച്ച് ചാരിയിരുന്ന് എന്തോ ഫയൽ നോക്കുമായിരുന്നു. വർണ്ണ ഡോർ ലോക്ക് ചെയ്ത് ദത്തൻ്റെ അടുത്ത് വന്നിരുന്നു. വർണ്ണ ഒന്നും മിണ്ടാതെ ദത്തൻ്റെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. ദത്തൻ അവളുടെ മുടിയിലൂടെ പതിയെ തല ഓടിച്ചുകൊണ്ടിരുന്നു. ഫയലൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത ശേഷം ദത്തൻ ഫയൽ ബെഡിലേക്ക് വെച്ചു. മടിയിൽ കിടക്കുന്ന വർണ്ണ ബെഡിലേക്ക് കിടത്താൻ നോക്കുമ്പോഴാണ് അവൾ കണ്ണു തുറന്ന് കിടക്കുന്നത് കണ്ടത്.
ഇതെന്താ ഇത്ര നേരമായിട്ടും ദത്തൻ്റെ കുറിച്ച് ഉറങ്ങിയില്ലേ? ഇല്ല, പകൽ മുഴുവൻ ഉറങ്ങിയ കാരണം ഉറക്കം വരുന്നില്ല ദത്ത. അവൻ അവളെ ബെഡിലേക്ക് കിടത്തി. ശേഷം ഫയൽ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് ലൈറ്റ് ഓഫാക്കി ബെഡിൽ വന്ന് കിടന്നു. ദത്തൻ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. എത്ര നേരം കഴിഞ്ഞിട്ടും വർണ്ണയ്ക്ക് ഉറക്കം വന്നില്ല. ഉറക്കം വരുന്നില്ല എൻ്റെ കുഞ്ഞിന്? ഇല്ല ദത്ത, എനിക്കൊരു പാട്ട് പാടിത്താ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ലടാ. നീ വെറുതെ പറയാ. അന്ന് നീ കൂത്തമ്പലത്തിൽ വെച്ച് പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ വെറുതെ പാടിയതല്ലേ. എന്നാ എപ്പോഴും അതേപോലെ വെറുതെ പാട്. വർണ്ണ നിർബന്ധിച്ചു. അത് കേട്ടൊന്ന് ആലോചിച്ച ശേഷം അവൻ പാടാൻ തുടങ്ങി. ദത്തൻ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്ത് ദേവസംഗീതം നീയല്ലേ പാട്ടുപാടി. ഒന്ന് ഉറങ്ങി എണീറ്റ ദത്തൻ അടുത്ത് വർണ്ണയെ കാണാതെ ബെഡിൽ നിന്ന് എണീറ്റു. വർണ്ണ ജനലിനരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കാണ്. ദത്തൻ അവളെ പിന്നിൽ നിന്നും വയറിലൂടെ ചുറ്റിപ്പിടിച്ചു നിന്നു. എന്താടാ കുഞ്ഞെ, സമയം 12 മണി കഴിഞ്ഞല്ലോ, ഉറക്കമൊന്നുമില്ലേ? അവളുടെ തോളിൽ താടി ഒന്നുകൊണ്ട് ചോദിച്ചു. ഉറക്കം വരുന്നില്ലേ ദത്ത? ഒരു സുഖമില്ലാത്ത പോലെ തോന്നാ. വാ, നീ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഞാൻ അറിഞ്ഞ. ഉറക്കം വരുന്നില്ലെങ്കിൽ പറയണ്ടേ? ഞാൻ ഉറക്കി തരില്ലേ എൻ്റെ കുഞ്ഞിനെ? ദത്തൻ വർണ്ണയെ വിളിച്ച് ബെഡിലിരുത്തി. നീ ഉറങ്ങിക്കോ ദത്ത, എനിക്ക് കിടക്കണ്ട, ഒരു സുഖമില്ല. ദത്തൻ അവളെ ഉയർത്തി തൻ്റെ മടിയിലേക്ക് ഇരുത്തി. അവളുടെ ഇടുപ്പിൽ അവൻ ഇരു കൈകളും ചേർത്ത് നിന്നു. എന്താ ദത്ത നീ ചെയ്യണേ? ചെയ്യാൻ പോകുന്നില്ലേ ഉള്ളൂ. അത് പറഞ്ഞ ദത്തൻ അവളുടെ ടീഷർട്ടിൽ പിടുത്തിട്ടു. ദത്ത, എന്താടാ? എന്താ ചെയ്യുന്ന നീ? ദത്തൻ അവളുടെ ടീഷർട്ടിൽ പിടിച്ചു ഉയർത്തി ടീഷർട്ട് അഴിച്ചെടുത്ത് വർണ്ണ ഞെട്ടി. ദത്തൻ്റെ ഭാഗത്തു നിന്നും വർണ്ണ ഒരിക്കലും അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചില്ല. വർണ്ണ ഇരു കൈകൾ കൊണ്ട് ഇറുക്കി അടച്ചു. ദേവുട്ടിയെ കണ്ണു തുറക്ക്, ദത്തൻ അവളുടെ കാതിൽ പതിയെ പറഞ്ഞു. അവളില്ല എന്ന രീതിയിൽ തലയാട്ടി. കണ്ണു തുറക്കടാ. വർണ്ണ പതിയെ കണ്ണു തുറന്നതും ദത്തൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. ദത്തൻ അവൻ്റെ പതിവ് കള്ളച്ചിരിയോടെ തൻ്റെ ടീഷർട്ട് ഒന്ന് ഉയർത്തി അഴിച്ചെടുത്തു. അത് വർണ്ണയ്ക്ക് ഇട്ടുകൊടുത്തു. ശേഷം അതിനുള്ളിലേക്ക് ദത്തൻ കയറി. ദത്തൻ്റെ നെഞ്ചിലെ ചൂട് തൻ്റെ മേൽ തട്ടിയതും വർണ്ണ ഒന്ന് പുള്ളിപ്പിടഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.